മലപ്പുറം ജില്ലയിൽ സൈബർ ക്രൈം കേസുകൾ വർദ്ധിക്കുന്നു. 2023-ൽ 185 സൈബർ ക്രൈം കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് ക്രൈം ഫ്രോഡ് ബ്യൂറോ കണക്കുകൾ പറയുന്നു. ആരോടും പങ്കുവെക്കാൻ പാടില്ലാത്ത OTP, CVV പോലുള്ള സെക്യൂരിറ്റി കോഡുകൾ കൈക്കലാക്കിയാണ് തട്ടിപ്പുകൾ ഏറെയും. 14-നും 24-നും വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് കൂടുതലായും സൈബർ കെണിയിൽ അകപ്പെടുന്നത്. Peace Public School, Kottakkal, nurturing world-class leaders. വാട്സപ്പിൽ വീഡിയോ കോളിനിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അതുവഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം ചോർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള തട്ടിപ്പുകളും കണ്ടുവരുന്നുണ്ട്. ഷെയർ ട്രേഡിംഗിൽ സഹായിക്കാമെന്ന വ്യാജേന സൈബർ കുറ്റങ്ങൾ നടക്കുന്നുമുണ്ട്. ട്രേഡിംഗ് ആപ്പുകൾ എന്ന വ്യാജേന തട്ടിപ്പ് ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇതിൽ അക്കൗണ്ട് തുറന്ന ശേഷം കച്ചവടം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും. തുടക്കത്തിൽ ചെറിയ ലാഭം ലഭിച്ചുവെങ്കിലും ഇത് വിശ്വസിച്ച് കൂടുതൽ പണം നിക്ഷേപിച്ചാൽ ആ പണം നഷ്ടമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. KCB ബില്ല് ഉടൻ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്നും പറഞ്ഞ് ഫോണിലേക്ക് സന്ദേശം വരുന്നു. പിന്നാലെ KCB AnyDesk എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ വേഗത്തിൽ തുക അടയ്ക്കാമെന്ന നിർദ്ദേശവും ലഭിച്ചു. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ സ്ക്രീനിൽ ചെയ്യുന്നതെല്ലാം വിളിച്ചവർക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ അക്കൗണ്ട് വിവരങ്ങളും മനസ്സിലാക്കി പണം നഷ്ടപ്പെടുന്നവരും ജില്ലയിൽ ഏറെയുണ്ട്. ബാങ്ക് അധികൃതർ ഒരിക്കലും അക്കൗണ്ട് വിവരങ്ങൾ ഫോണിലൂടെ ചോദിക്കില്ല. വലിയ വരുമാനം നേടാമെന്ന തരത്തിൽ വരുന്ന സന്ദേശങ്ങൾ തട്ടിപ്പിലേക്കുള്ള വഴിയാണ്. OTP പോലെയുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും ആരുമായും പങ്കുവയ്ക്കരുത്. 2021-ൽ 59-ഉം 2022-ൽ 14 സൈബർ ക്രൈം കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.